നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി ആറാട്ടുപുഴ പൂരം ഭക്തിസാന്ദ്രമായി. ജോലി കഴിഞ്ഞു മടങ്ങുന്നതിനിടെ റവന്യൂ വകുപ്പ് ജീവനക്കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാനെ ശിക്ഷിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് പെരിങ്ങോട്ടുകര താന്യം സ്വദേശിയെ ജയിലിലാക്കി. വാർത്തകൾ വിശദമായി. ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി ആറാട്ടുപുഴ പൂരം ഭക്തിസാന്ദ്രമായി. പൂരപ്പാടത്ത് ജനസഹസ്രങ്ങൾ സാക്ഷിയായി ആറാട്ടുപുഴ പൂരം ഭക്തിസാന്ദ്രമായി മാറി. ആറാട്ടുപുഴ ശാസ്താവ് ആദ്യനായ ദേവമേളയിൽ തൃപ്പയാർ തേവർ, പൂരകത്തമ്മ, ചേർപ്പ്, അന്തിക്കാട്, തൊട്ടിപ്പാൾ, കടലാശ്ശേരി, പിഷാരിക്കൽ, എടക്കുന്നി, ഐക്കുന്ന്, തൈക്കാട്ടുശ്ശേരി, കടുപ്പശ്ശേരി, ചൂരക്കോട്, പുനിലാർക്കാവ്, ചാലക്കുടി, പിഷാരിക്കൽ ഭഗവതിമാരും ചാത്തക്കുളം, ചക്കരംകുളം, കോടന്നൂർ, നാങ്കുളം, ശ്രീമാട്ടിൽ, നെട്ടിശ്ശേരി, കല്ലോലി, ചിറ്റി, ചാത്തക്കുടം, മേടക്കുളം, തിരുള്ളക്കാവ് തുടങ്ങിയ 24 ദേവി ദേവന്മാരും പങ്കാളികളായി. ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയാണ് ഐതിഹ്യ സവിശേഷതകൾ കൊണ്ട് പുണ്യതായത്. തൊട്ടിപ്പാൾ പകൽപൂരത്തിൽ പങ്കെടുത്ത ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി നിത്യപൂജകൾക്ക് ശേഷം ദേവമേളയ്ക്ക് സാക്ഷിയാകാൻ 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളി. പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാർ നേതൃത്വം നൽകി. ദേവസ്വം ശിവകുമാർ ശാസ്താവിന് തിടമ്പേറ്റി. മേളം കലാശിച്ചതിനു ശേഷം എഴുന്നള്ളിച്ചു നിൽക്കുന്ന ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശാസ്താവ് 7 കണ്ടം അതിർത്തി വരെ പോകുകയും മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ആദിത്യമരുളി നിന്നു. ചാത്തക്കുളം ശാസ്താവിനെ പൂരത്തിനു ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തക്കുളം ശാസ്താവിന് നിലപാട് നിൽക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. തുടർന്ന് ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിച്ചു. തേവർ കൈതവളപ്പിലെത്തുന്നതുവരെ എഴുന്നള്ളിപ്പുകൾ മേളാരവങ്ങളോടെ പൂരപ്പാടത്ത് തുടർന്നു. തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം ചാത്തക്കുളം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം നടന്നത്. തുടർന്ന് പുനലൂർക്കാവ്, കടുപ്പശ്ശേരി, ചാലക്കുടി, പിഷാരടിക്കൽ, എടക്കുന്നി, അന്തിക്കാട്, ചൂരക്കോട് ഭഗവതിമാർ എഴുന്നള്ളിയിരുന്നു. ഇന്ന് വെളുപ്പിന് തൃപ്പയാർ തേവരും ചാത്തക്കുളം ശാസ്താവും പൂരകത്തമ്മ തിരുവടി, ചേർപ്പ് ഭഗവതി ചേർന്ന് കൂട്ടി എഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് മന്ദാരം കടവിൽ ദേവീദേവന്മാരുടെ ആറാട്ടും നടന്നു. കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയാണ് ആദ്യം ആറാട്ട് നടത്തിയത്. തുടർന്ന് ദേവീദേവൻ ഉപചാരം ചൊല്ലുകയും അടുത്ത വർഷത്തെ പൂരം തീയതി വിളംബരം ചെയ്യലും നടത്തി. ജോലി കഴിഞ്ഞു മടങ്ങുന്നതിനിടെ റവന്യൂ വകുപ്പ് ജീവനക്കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. പടിയം കൊട്ടാരപ്പറമ്പ് ചീറാക്കൊലി വിജയൻ മകൻ 38 വയസ്സുള്ള വിജിത്താണ് മരിച്ചത്. കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പിൽ സീനിയർ ക്ലർക്കായ വിജിത്ത് ജോലി കഴിഞ്ഞ് അർദ്ധരാത്രി കേച്ചേരി ഭാഗത്തുള്ള ഭാര്യ വീട്ടിലേക്ക് ബൈക്കിൽ പോകുമ്പോഴാണ് റോഡരികിലെ കാനയിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. അതുവഴി വന്ന ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാനെ ശിക്ഷിച്ചു. അക്കിക്കാവ് തിരുവളപ്പിൽ നിഷാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. 33 വർഷം തടവും 85,000 രൂപ പിഴയടയ്ക്കാനും കോടതി ശിക്ഷ വിധിച്ചു. ആനപ്രിയനായ ആൺകുട്ടിയെ വിവിധയിടങ്ങളിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് പെരിങ്ങോട്ടുകര താന്യം സ്വദേശിയെ ജയിലിലാക്കി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചാഴുപുരക്കൽ വീട്ടിൽ കാർത്തിക് എന്നയാളാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO കേഴ്സൺ VM-ന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. 10/7/2025 തീയതി മുതൽ 1 വർഷക്കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഉത്തരവ് ലംഘിച്ച് 29/3/2026 തീയതി അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താന്യം എന്ന സ്ഥലത്ത് പ്രവേശിച്ചതിനെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാർത്തിക് അന്തിക്കാട്, വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു പോക്സോ കേസിലും ഒരു വധശ്രമ കേസിലും, സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ ഒരു കേസിലും, ആയുധ നിയമപ്രകാരമുള്ള ഒരു കേസിലും, ഒരു അടിപിടി കേസിലും, മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസിലും അടക്കം 5 കേസുകളിലെ പ്രതിയാണ്.
അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കേഴ്സൺ BM, SI സുഭാഷ്, CPO അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തളിക്കുളത്ത് കടയുടെ പൂട്ട് തകർത്ത് പണം കവർന്ന സംഭവം, പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് പരാതി. പടന്ന മഹാസഭയുടെ കീഴിലുള്ള തളിക്കുളത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചായക്കടയിലാണ് ഈ മാസം 18-ന് രാത്രി മോഷണം നടന്നത്. പൂട്ട് തകർത്ത് അകത്ത് കയറിയവർ പാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന 12,000 രൂപയും 2 കുടുക്കയിലെ പണവുമാണ് കവർന്നത്. കട നടത്തുന്ന സുനിൽ 19-ന് വലപ്പാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയെങ്കിലും കേസ് എടുത്തിട്ടില്ലെന്നാണ് ആക്ഷേപം. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടും മോഷണ പരാതിയിൽ വലപ്പാട് പോലീസ് കേസെടുക്കാൻ തയ്യാറാകാതെ വന്നതോടെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുനിൽ. കൊടുങ്ങല്ലൂർ കാവുനീണ്ടലിനിടെ അനുമതിയില്ലാതെ ഡോക്യുമെന്ററി ചിത്രീകരിക്കുകയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ 4 പ്രതികൾ പിടി. ശ്രീ കുരുമ്പക്കാവ് മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അശ്വതി കാവുതീണ്ടൽ ദിവസത്തെ തിരക്കിനിടയിൽ അനുമതിയില്ലാതെ ഡോക്യുമെന്ററി ചിത്രീകരിച്ചതിന് എടുത്ത കേസിൽ ഡോക്യുമെന്ററിയുടെ സംവിധായകനായ തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് വില്ലേജ് വെമ്പ് സ്വദേശി സജിൻ ബാബു, പോലീസ് ഓഫീസറുടെ വേഷമിട്ട വയനാട് മാനന്തവാടി വില്ലേജ് അമ്പൂത്തി സ്വദേശി കുറ്റിപ്പുറത്ത് വീട്ടിൽ ജിജോ, കോമരത്തിന്റെ വേഷമിട്ട പാലക്കാട് നാഗലശ്ശേരി വില്ലേജ് പെരിങ്ങാട് സ്വദേശി വിളക്കുതറ വീട്ടിൽ ശരത് കുമാർ, കോഴിക്കോട് കടലുണ്ടി ചാലിയം സ്വദേശി ചാന്ദിനി വീട്ടിൽ ഷൈജു എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടിയത്. 2026-ലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഡോക്യുമെന്ററി ചിത്രീകരണത്തിന് സജിൻ ബാബു അനുമതി തേടിയിരുന്നുവെങ്കിലും കോടതി ഉത്തരവ് നിലവിലുള്ളതിനാൽ ദേവസ്വം അനുമതി നിഷേധിച്ചിരുന്നു. ഇത് അവഗണിച്ചാണ് ഇയാൾ ചിത്രീകരണം നടത്തിയത്. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ് P, കൊടുങ്ങല്ലൂർ SHO ബിജോയ് PG, ASI ഉമേഷ് KV എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ചാവക്കാട് സബ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട റിമാൻഡ് പ്രതി മണിക്കൂറുകൾക്കകം ഗുരുവായൂരിൽ നിന്ന് പിടിയിലായി. 15-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന നിലമ്പൂർ എടക്കര പാലമോട് പുതിയത്ത് വീട്ടിൽ ശ്രീരാജാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ വേനൽ മഴയിലും കാറ്റിലും അതിരപ്പള്ളി പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണും അലമാര വീണും 3 പേർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾക്ക് മുകളിൽ മരക്കൊമ്പുകൾ വീണു. നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. തിങ്കളാഴ്ച വൈകിട്ടാണ് ചുഴലിക്കാറ്റ് താണ്ഡവമാടിയത്. കണ്ണൻകുഴി KSEB ഓഫീസിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണ് 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. അഞ്ജുരാജ്, PK ഗീത എന്നിവർക്കാണ് പരിക്കേറ്റത്. വെട്ടുകടവ് പാലത്തിനു സമീപത്തെ തട്ടുകടയിലെ അലമാര കാറ്റിൽ വീണ് കടയിൽ ഇരിക്കുകയായിരുന്ന പ്രാദേശിക പത്രപ്രവർത്തകൻ വിനോജ് ജോർജിന് പരിക്കേറ്റു. വൈദ്യുതി ഓഫീസിലെ ഷെഡിന് മുകളിൽ മരം വീണ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാർ തകർന്നു. അരൂർമൊഴി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം ബസ്സിന് മുകളിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. ആളപായം ഒഴിവായി. പലയിടത്തും തട്ടുകടകളും പെട്ടിക്കടകളും കാറ്റിൽ തകർന്നു. വഴിയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ പോലീസും നാട്ടുകാരും ചേർന്ന് സുരക്ഷിതമായി മറ്റു വാഹനങ്ങളിൽ കയറ്റിവിട്ടു. ഇരിങ്ങാലക്കുടയിലെ നഗരസഭയിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി, കാഷ്യറെ സസ്പെൻഡ് ചെയ്തു. 2014 മുതൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ കാഷ്യറായി പ്രവർത്തിച്ചു വരുന്ന കോണത്തുകുന്ന് സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ ത്രിദീപിനെയാണ് കൃഷി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. നഗരസഭയിൽ നടന്ന പരിശോധനയിലാണ് ഒരാഴ്ച മുമ്പ് തട്ടിപ്പ് കണ്ടെത്തിയത്. നഗരസഭയുടെ പരാതിയെ തുടർന്ന് ഇയാൾക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. വിജിലൻസിലും ഉദ്യോഗസ്ഥർ പരാതി നൽകിയിട്ടുണ്ട്. 2014 മുതലുള്ള കണക്കുകളാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. വ്യാജ ബാങ്ക് രേഖകൾ തയ്യാറാക്കി കൃത്രിമമായി ബാങ്കിൽ പണം അടയ്ക്കാതെയായിരുന്നു തട്ടിപ്പെന്നാണ് പറയുന്നത്. ഇപ്പോൾ തിരിമറി നടത്തിയ ത്രിദീപൻ ഓൺലൈൻ ഗെയിമിലും ലോട്ടറി എടുത്തതിലും ദിനംപ്രതി ലക്ഷങ്ങൾ ചിലവഴിച്ചതുമായാണ് ലഭിക്കുന്ന വിവരം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി അടക്ക മാർക്കറ്റിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. അടക്ക മാർക്കറ്റിന്റെ ഉടമയായ ചേറു മാർക്കറ്റിന്റെ ലൈസൻസ് പുതുക്കിയില്ല. ഇതോടെയാണ് മാർക്കറ്റ് പ്രവർത്തനം നിർത്താൻ കാരണം. മുൻപ് അടക്ക മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് തന്നെ പുതിയ മാർക്കറ്റ് ആരംഭിക്കുന്നുവെന്ന് വ്യാപാരികൾ പറഞ്ഞു. നിലവിലെ മാർക്കറ്റിന് 70 കൊല്ലത്തോളം പഴക്കമുണ്ട്. കാലക്രമേണ അടക്ക വ്യാപാരം കുറഞ്ഞതോടെ അടക്ക മാർക്കറ്റിന്റെ പ്രൗഢിയും കുറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പുതിയ സ്ഥലത്ത് വ്യാപാരം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ. കൊടുങ്ങല്ലൂരിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ചതായി പരാതി. മേത്തല വയമ്പലം സ്വദേശി കാലക്കാശ്ശേരി രാജുവിനെയാണ് ആക്രമിച്ചത്. പരിക്കേറ്റയാൾ ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസരത്ത് വെച്ച് ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് മേത്തല സ്വദേശി ഗോകുലിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു.
ഗുരുവായൂരിൽ വാഹനമിടിച്ച് പരിക്കേറ്റ മുള്ളൻ പന്നിക്ക് നാട്ടുകാർ രക്ഷകരായി. തൈക്കാട് മില്ലുംപടിയിൽ പുലർച്ചെയാണ് മുള്ളൻ പന്നിയെ വാഹനം ഇടിച്ചത്. പരിക്കേറ്റ മുള്ളൻ പന്നി പരിഭ്രമിച്ച് തൊട്ടടുത്തുള്ള കടവരാന്തയിലേക്ക് ഓടിക്കയറി. കട തുറക്കാൻ എത്തിയവരെ കണ്ടതോടെ മുള്ളൻ പന്നി സമീപത്തെ മതിൽക്കെട്ടിനടിയിലേക്ക് ചാടിക്കയറി. പുറത്തിറങ്ങാൻ ആകാതെ മുള്ളൻ പന്നിയെ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം എരുമപ്പെട്ടി ഫോറസ്റ്റിന് മുള്ളൻ പന്നിയെ കൈമാറി. പെരിഞ്ഞനത്ത് ഭർത്താവ് ഭാര്യയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. മദ്യലഹരിയിലുണ്ടായ കുടുംബ വഴക്കാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പെരിഞ്ഞനം കുറ്റിലക്കടവിലെ പ്രളയപ്പുരയിൽ തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. ഇവിടെ താമസിക്കുന്ന കൊച്ചാട്ട് സിന്ധുവിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴുത്തിൽ കത്തികൊണ്ടുള്ള മുറിവേറ്റ ഇവരെ പെരിഞ്ഞനം ലൈഫ് ഗാർഡ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് കഴുത്തിൽ 10 സ്റ്റിച്ചിടേണ്ടി വന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് മഹേന്ദ്രൻ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടികളുടെ തട്ടിപ്പ് നടന്ന പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചാവക്കാടുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. ക്രൈംബ്രാഞ്ച് എക്കണോമിക് ഒഫൻസ് ടീമാണ് പരിശോധന നടത്തുന്നത്. സ്ഥാപനത്തിൽ 2019 മുതൽ തട്ടിപ്പ് നടന്നതായി പറയുന്നു. 100-ലധികം പ്രവാസികളിൽ നിന്ന് 20 കോടിയിലധികം രൂപയോളം തട്ടിയെടുത്തതായി പരാതി. നിക്ഷേപകർ ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചാണ് കേസ് നടത്തുന്നത്. അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയും ചന്ദ്രാപിന്നി ഹൈസ്കൂളിലെ 1977 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹൃദയതന്ത്രി ഗ്രൂപ്പും ചേർന്ന് സൗജന്യമായി ലേഖനങ്ങൾ, പഠനഗ്രന്ഥങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്തു. എഴുത്തുകാരിയും അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയുടെ ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ പി സരസ്വതിയുടെ മുറിവേറ്റ ദാമ്പത്യം, സീതാരാമന്മാർ, ചൂളി വീഴാത്ത ചിന്തകൾ തുടങ്ങി 150-ൽ പരം വരുന്ന കൃതികളാണ് വിതരണം ചെയ്തത്. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാല സമാജ ഹാളിലാണ് ചടങ്ങിൽ. സാംസ്കാരിക പ്രവർത്തകനും മുൻ MLA-യുമായ പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. ജോഷി കൊള്ളാറ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരുമായ ഡോക്ടർ KR ബീന, AK രാജഗുരു, ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, തൃശൂവാപുരം മോഹനചന്ദ്രൻ, സതീഷ് കുമാർ വിശാഖപട്ടണം, MU ഗിരിജ, KR മുരളി, മണികണ്ഠൻ അണക്കത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിലെയും വായനശാലകളിലെയും പ്രതിനിധികൾ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഇമാം വലപ്പാട് ഇമാമൊക്കെ ഇമാം വലപ്പാട് ഹബീബ് വലപ്പാട് തന്നെ വലിയ വ്യത്യാസം. നിങ്ങളാരെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമെന്നുള്ളത് എനിക്കറിഞ്ഞൂട. അദ്ദേഹം ശ്രീരാമ പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അവർ സെൻട്രാണ്. അതിനുള്ളതാണ് നമ്മുടെ ഈ സംസ്കൃതി, ആലയ സംസ്കൃതി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന, സ്മരിക്കുന്ന സംസ്കൃതി. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിനൊക്കെ താല്പര്യമുള്ള വലപ്പാടെന്നുള്ള ഏറ്റവും പ്രസിദ്ധമായ കുടുംബം. എഴുത്തിൻ്റെ പാക്കേജ് ഞാൻ നേരത്തെ പറഞ്ഞുതരാം. സരസ്വതി ഗീതിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലം ഉണ്ടാവും. നല്ലൊരു കാലം എന്നതൊക്കെ ഈ സെൻട്രൈസിൽ വാരിയേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ കാലം ചെയർമാനായി, കുറേ കാലം ചീഫായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാവും. ക്യാമ്പൊക്കെ എപ്പോഴും മറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സംസ്കൃതി. നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു, നല്ല അറിവുള്ളവനായിരുന്നു, കേശുവിന്റെ നേതാവായിരുന്നു. ഒക്കെ അത് കേശു കൊള്ളുണ്ടാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി ആറാട്ടുപുഴ പൂരം ഭക്തിസാന്ദ്രമായി. ജോലി കഴിഞ്ഞു മടങ്ങുന്നതിനിടെ റവന്യൂ വകുപ്പ് ജീവനക്കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാനെ ശിക്ഷിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് പെരിങ്ങോട്ടുകര താന്യം സ്വദേശിയെ ജയിലിലാക്കി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.